വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഇവിടെ ലുലു പ്രസൻസ് മീഡിയ വണ്ണിൻ്റെ സ്റ്റാർ ഷെഫ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. അപ്പോൾ ഞാനും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മീഡിയ വണ്ണിൻ്റെ ഒരു റീൽ കണ്ടപ്പം ഞാനൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് മെസ്സേജ് ചെയ്യും. അവർ നമുക്ക് കുക്കിംഗ് അറിയാമോ എന്നറിയാൻ വേണ്ടിയിട്ട് അതിൽ സെലക്ട് ആവാൻ വേണ്ടിയിട്ട് കുക്കിംഗ് ചെയ്യുന്ന ഒരു വീഡിയോ അയക്കണമായിരുന്നു. അപ്പോൾ സെലക്ഷൻ കിട്ടിയെന്നുള്ളത് ഈ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ ഒരു 1 ഡേ ബിഫോറാണ് അറിയുന്നത്. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ, അതിന് വേണ്ടിയിട്ടുള്ള പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു മെയിനായിട്ടുള്ള കാര്യം. അതിൽ കോമ്പറ്റീഷനിൽ വിന്നർ ആവുക എന്നുള്ളതൊക്കെ നെക്സ്റ്റ് ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റുക, നമ്മളുടെ കുക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ ഷെഫ് പിള്ളി കല്ലും അതുപോലെ ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് ടേസ്റ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കണ്ടത്. അതുപോലെ മീഡിയ വൺ പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ലുലു ഇങ്ങനെ ഒരു സൗകര്യം ഒരുക്കി തരുമ്പോൾ അത് എന്നെപ്പോലെ കുക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണല്ലോ. അപ്പോൾ ഞാനിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ലുലുവിലെത്തിയപ്പോൾ ആദ്യം തന്നെ നോക്കിയിട്ടുള്ളത് എനിക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. ചെന്ന സമയത്ത് ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 5 o'clock പ്രോഗ്രാം തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇച്ചിരി ഒന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും ഗസ്റ്റൊക്കെ എത്താനുള്ളൊരു ടൈമിൻ്റെ ഡിലേ ആയിരിക്കാം. പിന്നെ നല്ല ചൂടും ഉണ്ടല്ലോ, ആ ചൂടൊക്കെ ഒന്ന് മാറാനുള്ളതായിരിക്കാം എന്ന് വിചാരിക്കുന്നു, അറിയില്ല. അപ്പോൾ ഞാൻ നോക്കി നിന്നപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു. എത്ര ആൾക്കാരാണ്, കുട്ടികളും മുതിർന്നവരുടെ ഒക്കെ കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. കുട്ടികൾക്കുള്ളതും കുക്കിംഗ് കോമ്പറ്റീഷനും കേക്ക് ഡെക്കറേഷനും അതുപോലെ ഡ്രോയിങ് കോമ്പറ്റീഷനും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളുടെ കാറ്റഗറിയിൽ തന്നെ 25ഓളം ആൾക്കാർ ഈ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുക, എത്ര ആൾക്കാരാണല്ലേ ഇതുപോലെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളതും. ചിലപ്പം സെലക്ഷൻ കിട്ടാതെ പോയിട്ടുള്ളവരുണ്ടാവും. അവരൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല, നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് വിന്നർ ആകാൻ പറ്റും. ഇപ്പം ഞാനിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് തന്നെ അത്രയും കുക്കിങ്ങിനോടുള്ളൊരു ഇൻട്രസ്റ്റ് കാരണമാണ് കേട്ടോ, വിൻ ചെയ്യാന്നുള്ള കാരണമല്ല. സെലക്ഷൻ കിട്ടിയത് തന്നെ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോഴേ അവരുടെ ഉണ്ടാക്കിയിട്ടുള്ള ഷെഫിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ നമ്മൾ കൊതിക്കലുണ്ടല്ലോ. ഞാൻ പൊതുവെ കൊതിക്കലുണ്ട്. ലൈക്ക് അവരുടെ ഈ പ്രോൺസിൻ്റെത്, പാൽക്കൊഞ്ച്, അതുപോലെ തന്നെ ഫിഷ് നിർവ്വഹണം, അതൊക്കെ കഴിക്കാൻ വേണ്ടി. അപ്പം അവർ നമ്മളുടെ ഫുഡ് ടേസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പം അതൊരു ഭാഗ്യമല്ലേ. അതൊരു അടിപൊളി അനുഭവം തന്നെയായിരുന്നു കേട്ടോ. പങ്കെടുത്തിട്ടുള്ള മിക്ക ആൾക്കാർക്കും കുഞ്ഞു പൊടി കുട്ടികൾ വരെയുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ടാണ് ഞാനപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. കാരണം അവരുടെ ബേബീസിനൊക്കെ പാരൻസ് നോക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഹസ്ബൻഡൊക്കെ നോക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഇതാണ് പാഷനെങ്കിൽ അത് ചെയ്യുക, ആ പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടില്ലേ, അവർക്കാണ് ഫസ്റ്റ് ഒരു കയ്യടി കൊടുക്കേണ്ടത്. കാരണം നമ്മുടെ ബാക്ക് ബോണായിട്ട് നമ്മളുടെ ഫാമിലി എപ്പോഴും ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് വിജയിക്കാൻ പറ്റുന്നത്. അതൊരു അടിപൊളി അനുഭവം തന്നെയാണ്. അവിടെ ചെന്നപ്പോൾ അത്രയും ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. And they have 30 minutes. 30 minutes ആണ് അവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള ഫുഡ് ഇവിടെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. And you have microwave to heat up your food. So the 30 minutes starts now. Timer വെച്ചോളൂ, 30 minutes തുടങ്ങാണ്. So ഷെഫിലെയും സാറും അതുപോലെ തന്നെ അവർ രണ്ടുപേരും ഒക്കെ പറഞ്ഞതുപോലെ ഭക്ഷണം ടേസ്റ്റ് ചെയ്തിട്ട് അതിന് മാർക്കിടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് തന്നെ ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ബാക്കിയുള്ളത് മോശമായിട്ടുള്ളതല്ല.
അപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിന് ഒരു ഇച്ചിരി നേരത്തേക്ക് ഇച്ചിരി ഫുഡിൻ്റെയൊക്കെ ടേസ്റ്റ് നമുക്ക് ബ്രെയിനിന് പോലും എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കോമ്പറ്റീഷന് വിൻ ചെയ്യാത്തവർ ഒട്ടും വിഷമിക്കേണ്ടെന്ന് സാറ് പറഞ്ഞത് അത് ശരിക്ക് സത്യാവസ്ഥയാണ്. കാരണം ഒരു ഭാഗ്യവും ഉണ്ട്, അതിനൊരു ഫാക്ടറാണ്. പിന്നെ ഇന്നോവേറ്റീവായിട്ട് ചെയ്യണം എന്നുള്ളത് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോസ്റ്റ് ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്ക് തന്നെയാണ് കേട്ടോ എല്ലാ കാറ്റഗറിയിലും പ്രൈസ് കിട്ടിയിട്ടുള്ളത്. സ്പെഷ്യൽ മെൻഷനും അല്ലാതെ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവരുടെ ഓരോ ഫുഡും അവരുടെ കഴിവും അവർ പ്രസൻറ്റ് ചെയ്ത രീതിയൊക്കെ എത്ര അടിപൊളിയാണെന്നറിയാം. കാരണം നമുക്ക് അവരിൽ നിന്നൊക്കെ കുറേ പഠിക്കാനൊക്കെ ഉണ്ടായി. ഞാൻ ഇവരുടെ വിൻ ചെയ്തിട്ടുള്ളവരോടൊക്കെ സംസാരിച്ചപ്പം അവരൊക്കെ പറയും നമ്മളും അത്ര അധികം പ്രിപ്പയർഡ് ഒന്നുമല്ല, കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെറുതായിട്ടൊക്കെ ഒരു ഇന്നോവേറ്റീവായിട്ട് ഓരോന്നൊക്കെ ചിന്തിച്ച് കൊണ്ടൊന്ന് പ്രസൻറ്റ് ചെയ്തു. അത് അവർക്ക് ഇഷ്ടമായി. അതെന്നെ ഭയങ്കര ഭാഗ്യമല്ലേ അല്ലേ. എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് വിൻ ചെയ്യുന്നതിൽ കൂടുതൽ അവർ വിൻ ചെയ്തപ്പം ഉള്ള സന്തോഷം എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു കണ്ണിലുള്ള ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. കാരണം അവരുടെ ആ ഫുഡ് ഇവർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് അത് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നവർക്കറിയാം. നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. ഇപ്പം എൻ്റെ അടുത്താണെങ്കിലും ഷെഫ് സാറാണെങ്കിലും അതുപോലെ ഷെഫ് രാജേഷ് സാറാണെങ്കിലും അതുപോലെ കല്ലു സാറാണെങ്കിലും അവരൊക്കെ ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ടുണ്ട്, എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അതുപോലെ കല്ലു സാറാണെങ്കിലും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഡെസേർട്ട് കഴിച്ചിട്ട് പറഞ്ഞു മധുരമൊക്കെ ഭയങ്കര പെർഫെക്റ്റാണ്, അത് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പം വിൻ ചെയ്യുന്നതിലും കൂടുതൽ അപ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു ഇവരൊക്കെ ഇത് കഴിച്ചല്ലോ, അത് ടേസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടല്ലോ എന്നുള്ളൊരു കാര്യമാണ് എൻ്റെ മനസ്സിൽ കൂടെ അപ്പോൾ ഓടിയിട്ടുണ്ടായിരുന്നത്.
ഒന്നാം സ്ഥാനം തേർഡ് പ്രൈസ് ഗോസ് ടു ചെസ് നമ്പർ 12 അൻസിയ ഫാത്തിമ. അൻസിയ ഫാത്തിമ ഇവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരാം. മീഡിയ വൺ സ്റ്റാർ ഷെഫിന്റെ ജൂനിയർ ഷെഫിന്റെ വിന്നറാണ് നമ്മൾ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ചെസ് നമ്പർ 2 ലിയ ഷാസിയ. കൺഗ്രാറ്റുലേഷൻ ലിയ. സ്കിഡുകളൊക്കെ നമുക്കറിയാം ഒരു 2 minutes 3 minutes കൊണ്ട് വേവുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലത്ത് ഇത് കുക്കറിലൊക്കെയാണ് കുക്ക് ചെയ്തിരുന്നത്. ഒരുപാട് റബ്ബറാക്കിയാണ് കഴിക്കുക, അതിന്റെ ആവശ്യമില്ല. ഇത് ഏറ്റവും വേഗത്തിന് കുക്കായി അതിന്റെ മണം. ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് വിചാരിക്കണം. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ ഞാനൊന്ന് ബ്രീഫായിട്ട് എങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഉള്ളതായിട്ട് വരാം. കാരണം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അവിടെ നിന്നും ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയുമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗായിട്ട് വരാം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ, അസ്സലാമു അലൈക്കും.